ഇനി മേക്ക് ഓവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാൾക്ക് തന്നെ ഇതുപോലെ പല മുഖങ്ങളുള്ള കഥാപാത്രമായി മാറാൻ സഹായിക്കുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ മുഖം മാത്രമല്ല, നമുക്ക് തലയിൽ കിരീടവും പല വസ്തുക്കളും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പലതരം ഗോഷ്ഠികളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള വലിയ പ്രയോജനം എന്തെന്നാൽ, ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ സോളോ വീഡിയോ ചെയ്യുന്നവർക്ക് പല കഥാപാത്രങ്ങളെ ഉണ്ടാക്കാൻ ഈ ഒരു ക്യാമറ വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ഫണ്ണി വീഡിയോ ഒക്കെ ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ വളരെയധികം സഹായകരമാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഇനി ഈ ലിങ്കിലൂടെയും ബാർകോഡിലൂടെയും ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനും പഠിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാകുക. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ ചോദിക്കും. ക്യാമറയുടെയും ഓഡിയോയുടെയും പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആയി കിട്ടും. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് അലങ്കോലമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഏത് ക്യാരക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഫേസ് ഇതുപോലെ തന്നെ ഇരിക്കുക, അലങ്കോലമായിട്ടും. അതും തലയിൽ ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇമോജിയുടെ ഒരു ചിത്രം കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനും ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ ഓപ്ഷനും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നടുവിലത്തെ ഓപ്ഷൻ മാത്രമാകുമ്പോഴാണ് നിങ്ങൾക്കിതാ ഞാൻ ഫേസ് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഫേസ് കിട്ടും. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ കറക്റ്റ് നമ്മുടെ ലിപ്പൊക്കെ ഇതിൽ കിട്ടുന്നതാണ്. ആദ്യം ഈ 2 ഓഫ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടൂ. ഇതിൽ ഒരുപാട് ക്യാരക്ടർ ഉണ്ട്. നമുക്ക് ഒരുപാട് തരം ക്യാരക്ടർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാം കാണിച്ചു തരുന്നില്ല, അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇനി ആവശ്യമുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ആ ഓപ്ഷൻ ഓൺ ചെയ്യാം. അതായത് ഈ ക്യാപ്പിൻ്റെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഓപ്ഷൻ ഓൺ ആയിക്കോളും. ഇതിൽ തന്നെ പലതരം നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തലയിൽ ഇരുന്നോളും. നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്യാലും അത് പോവില്ല. അതുപോലെ ലിപ്പും ഒക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഏറ്റവും താഴത്തെ ഓപ്ഷൻ കണ്ടല്ലോ, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അലങ്കോലമാക്കുന്നതാണ്. ഒരു തരത്തിൽ കണ്ണൊക്കെ തള്ളിയ പോലെ, ചുണ്ടൊക്കെ തള്ളിയ പോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ ഒരു ഓപ്ഷൻ വേണ്ടുന്നവർ മാത്രം ഓൺ ആക്കിയാൽ മതി. ഇനി നിങ്ങളുടെ ഫേസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് ഫേസിൻ്റെ എണ്ണം കാണാം 1 എന്ന്. ഇപ്പോൾ ഞാൻ മാത്രമായതുകൊണ്ടാണ് ഇവിടെ 1 എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുഖം ഇതുപോലെ മാറുന്നത് കൊണ്ട് അതിൽ നിന്ന് വേണ്ടുന്നവരുടെ മാത്രം ഫേസ് മാറ്റാം. അതായത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ ഫേസ് മാത്രമേ ഈ രീതിയിൽ മാറുകയുള്ളൂ. അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് അത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ സൈസ് സ്ക്വയർ വേണോ അല്ല യൂട്യൂബ് സൈസ് വേണോ, ഏത് വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാരക്ടറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പിറകോട്ടേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം വീഡിയോൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോയുടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതിലൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നടന്നാലും സംസാരിച്ചാലും എവിടേക്ക് പോയാലും, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ നടക്കുന്നുണ്ട്, ഒന്നും തന്നെ മാറുന്നതല്ല. നിങ്ങൾ സെലക്ട് ചെയ്ത ആ ആൾക്ക് മാത്രം ആ ഫേസ് ലഭിച്ച് വളരെ മനോഹരമായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഇതേപോലത്തെ ഒരു QR കോഡ് കമൻറ്റ് ബോക്സിൽ കൂടിയുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് QR കോഡ് കിട്ടുന്നില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇനി നേരെ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ ഇവിടെ നിങ്ങൾക്കൊരു ക്യാമറയുടെ ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയും ഗാലറിയും എല്ലാം ഒരുമിച്ച് ഓണായി കിട്ടുന്നതാണ്. ഇനി ഗാലറിയിൽ നിന്ന് നിങ്ങൾ നേരത്തെ സേവ് ചെയ്തെടുത്തതോ സ്ക്രീൻഷോട്ട് എടുത്തതോ ആയിട്ടുള്ള ആ QR കോഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സ്കാൻ ചെയ്ത് ഇതുപോലെ നടുവിലായിട്ട് ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.